സാർ. നമ്മളിത് എങ്ങോട്ടേക്കാണ് സാർ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. പറയാനുണ്ട്. എനിക്കല്ല, അവർക്ക്. ഇവരെന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അവർക്ക് നിങ്ങളെന്തോ സംസാരിക്കാനുണ്ട്. ചെല്ലേ, അഥവാ എന്തെങ്കിലും പ്രശ്നം ഞാൻ ഇടപെട്ടോളാം. സോറി. ജെസ്സി, എന്താ സാറേ? നമുക്ക് അർജന്റീന കാണണം. നമ്മൾ നെക്സ്റ്റ് മൺഡേ കാണാനിരിക്കല്ലേ? ഇല്ലല്ല, അതുപോരാ. എത്രയും പെട്ടെന്ന് കാണണം അതിന് മുന്നേ. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോളൂ. ഓക്കെ. ജെസ്സി, എനിക്ക് നല്ല ടെൻഷനുണ്ട്. സാർ തന്നെ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം കബീർ ഹാൻഡിൽ ചെയ്തോളും. ഹി ഹാസ് സം ഗുഡ് പ്ലാൻസ്. പ്ലാൻ? ഇവിടെ മനുഷ്യൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളെന്നറിയോ? ഇതിനൊന്നും കൂട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കൈവിട്ട കളിയെ ജെസ്സി ഇതെല്ലാം. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ? ഓക്കെ, ഇനി ഞാൻ സാറിൻ്റെ കൂടെ നിന്നു തന്നെ കരുതുക. കബീർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? നീ കബീറിനെ വിളിക്കേ, എന്നിട്ട് കാര്യം പറ. ഹലോ ജെസ്സി. കബീറെ, ഹരി സാറിൻ്റെ കൂടെ. പുള്ളിക്ക് നമ്മുടെ പ്ലാനിന്റെ കൂടെ നിൽക്കാൻ ഒരു ജെസ്സി, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ മാറ്റി മാറ്റി കളിക്കാനുള്ള സമയമില്ലെന്ന് അയാളോട് പറഞ്ഞേക്കാം. ഹരി സാറ് കേൾക്കുന്നുണ്ട്. ഫോണിലൂടെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു പറഞ്ഞതല്ലേ.
ബാക്കി ഞാൻ നേരിൽ കാണുമ്പോൾ പറയാം. സർ, വസീമിനെ തീർക്കാനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ദേ വന്നു. Happy birthday! Happy birthday to you. എന്താ മോളെ ഇത്? എന്താ ഈ കാണിച്ചേ? ഹരിയേട്ടാ, എന്താ പറ്റിയേ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്താ ഇങ്ങനെയൊക്കെ? നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വാ. മൊത്തത്തിൽ പ്രശ്നങ്ങളാ. എന്ത് പ്രശ്നം? ഓഫീസിൽ ഞാൻ ഉൾപ്പെടെ ഒരു വലിയ തിരിമറി നടത്തി. തിരിമറിയോ? എന്നിട്ട്? പുതിയതായിട്ട് വന്ന അക്കൗണ്ടന്റിന് അത് മനസ്സിലായെന്നാ തോന്നുന്നത്. പുറത്തിറങ്ങ ജോലി പോവും, കേസാവും, മാനക്കേടാവും. എന്തിനാ ഇതൊക്കെ? ആ ക്യാഷ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. നമുക്കിതൊന്നും വേണ്ട. നീന, അതൊരു ചെറിയ തുകയല്ല. ആൻഡ് വി ലോസ്റ്റ് ഇറ്റ്. ഒരുത്തൻ അതുകൊണ്ട് മുങ്ങി. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം വിൽക്കാം. അതൊന്നും തികയില്ല നീന. പിന്നെ അതിനൊന്നും സമയവും ഇല്ല. ഹരിയേട്ടൻ വിഷമിക്കാതെ നമുക്ക് ഓഫീസിലെല്ലാം തുറന്നു പറയാം. എന്നിട്ട് കുറച്ച് സാവകാശവും ചോദിക്കാം. അല്ലെങ്കിലും സൊല്യൂഷൻ ഇല്ലാത്ത എന്ത് പ്രശ്നമുള്ളത്? എല്ലാം ഓക്കെ ആവും ഹരിയേട്ടാ. ശരിയാവൂന്നേ. അതെ, അവിടെ ഒരാൾ പിണങ്ങിയിരിപ്പുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം. വാ മോളൂ, അച്ഛനെ നോക്കിയേ. ആ വസീം, എവിടെയാ സാർ? വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. അത് കുറച്ച് ബിസിയായിരുന്നു. അറിയാമല്ലോ, അടുത്ത ആഴ്ച ബോർഡ് മീറ്റിംഗ് ആണ്. എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ. ആ ട്രാൻസാക്ഷൻ്റെ ഒക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉടനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലീസ്. ഓക്കെ ഓക്കെ.
വിട്ടാൽ ശരിയാവില്ല. ചെല്ലേ, അവനെന്താ പറയുക നോക്കാലോ, എന്നിട്ട് ഞാൻ വരാം. എന്താ സാറേ ഈ അവസാന നിമിഷം ഒരു ചാഞ്ചാട്ടം? കബീറെ, നമുക്കൊരു തെറ്റ് പറ്റി. ഇപ്പോൾ അത് മറച്ചു വയ്ക്കാൻ അതിനേക്കാൾ വലിയ തെറ്റാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിനെ കൂട്ടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പറ്റില്ല അല്ലേ? അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? പ്ലാൻ ബി വല്ലതും? പ്ലാൻ ബി ഒന്നുമില്ല. ചെയ്ത തെറ്റിന് എന്താ ശിക്ഷ എന്ന് വെച്ചാൽ അത് അനുഭവിക്കാം. അതിപ്പോൾ ജയിലാണെങ്കിൽ ജയിൽ. പക്ഷേ ജയിലിൽ പോകാൻ ഞങ്ങൾ റെഡിയല്ലെങ്കിലോ? അതൊന്നും എനിക്കറിയണ്ട. ഇതാണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. ഹരി സാറേ, ഈ തിരിമറി നടത്തിയ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തതും അപ്രൂവ് ആക്കിയതും ഒക്കെ നിങ്ങളാണ്. ഈ സീനിലെവിടെയും ഞങ്ങളില്ല. നിങ്ങൾ പറയാതെ ഇതാരും അറിയാനും പോണില്ല. എന്ന് വെച്ചാ ലോജിക്കലി സ്പീക്കിംഗ് വസീമിനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ കൊല്ലുന്നതല്ലേ? നിനക്കെന്നെ കൊല്ലാം. അവനെ വീട്ടു സാറേ. ജെസി, നീ? സാറേ, ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞ ആ ക്യാഷൊക്കെ വേസ്റ്റായി പോവില്ലേ? ക്യാഷ്? അതെ, ആ ക്യാഷ് എങ്ങും പോയിട്ടില്ല. ഞങ്ങളുടെ കസ്റ്റഡി തന്നെ ഉണ്ട്. നിങ്ങളെ കൂടി എന്നെ ചതിക്കാനാണ്.